Hey all, this is Tansika. Welcome to DI Solutions. ഇന്നത്തെ വീഡിയോയിൽ സോഹോ എക്സ്പെൻസിൽ എങ്ങനെയാണ് യൂസറിനെ ക്രിയേറ്റ് ചെയ്യാം, അതേപോലെ തന്നെ കൺട്രോൾസ് എങ്ങനെ കൊണ്ടുവരിക എന്നുള്ളതാണ് ചെക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ അഡ്മിൻ ആയിട്ടാണ് ലോഗിൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ രണ്ട് വ്യൂ ഉണ്ട്. ഓരോ അഡ്മിനും രണ്ട് വ്യൂ ഉണ്ടാവും, മൈ വ്യൂ, അഡ്മിൻ വ്യൂ. അപ്പോൾ നമ്മൾ സോഹോ എക്സ്പെൻസിൽ ഒരു യൂസറിനെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു പോളിസി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റിൽ അഡ്മിൻ വ്യൂവിൽ സ്വിച്ച് ചെയ്യണം. എന്നിട്ട് സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ യൂസേഴ്സ് ആൻഡ് കൺട്രോൾസിൻ്റെ അണ്ടറിലാണ് ഇത്രയും ഓപ്ഷൻസ് ഉള്ളത്. യൂസേഴ്സിൽ നമുക്ക് യൂസറിനെ റോൾസ് ആൻഡ് പെർമിഷനിൽ പുതിയൊരു റോള് ക്രിയേറ്റ് ചെയ്യുക, പെർമിഷൻ സെറ്റ് ചെയ്യുക, ഡിപ്പാർട്ട്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യാം, പിന്നെ പോളിസീസ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഇങ്ങനത്തെ ഒക്കെ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മൾ കമ്പനീൻ്റെ ബിഹാഫിൽ എംപ്ലോയീസ് ആവും എക്സ്പെൻസ് മാനേജ് ചെയ്യുന്നത്. അപ്പോൾ ഈ എക്സ്പെൻസ് സ്പെൻഡ് ചെയ്യുന്നതിൽ ഒരു കൺട്രോൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കമ്പനിക്ക് എന്തൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഫസ്റ്റിൽ തന്നെ നമുക്ക് റോൾ ആൻഡ് പെർമിഷൻ ചെക്ക് ചെയ്യാം. അപ്പം ഓരോ എംപ്ലോയീസിൻ്റെ ഡെസിഗ്നേഷൻ ബേസ് ചെയ്തിട്ട് ഡിഫറെൻറ്റ് റോൾസ് നമുക്ക് സെറ്റ് ചെയ്യേണ്ടി വരും. സോഹോ എക്സ്പെൻസിൽ ഓൾറെഡി പ്രീ ഡിഫൈൻ ചെയ്തിട്ട് ഒരു 3 റോൾസ് ഉണ്ട്. അഡ്മിൻ, ഒരു മൊഡ്യൂളിനും റെസ്ട്രിക്ഷൻ ഇല്ലാണ്ട് എല്ലാ മൊഡ്യൂളിലും ആക്സസ് ഉള്ള റോളാണ് അഡ്മിൻ എന്ന് പറയുന്നത്. പിന്നെ അപ്രൂവർ ഉണ്ട്, അതേപോലെ സബ്മിറ്റർ ഉണ്ട്. എക്സ്പെൻസ് സബ്മിറ്റ് ചെയ്യുന്നവരെ സബ്മിറ്റർ റോളായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ മാനേജ്മെന്റ്, ഈ ഒരു എക്സ്പെൻസ് ആരാണോ അപ്രൂവ് ചെയ്യാനുള്ള അതോറിറ്റി ഉള്ള അവർക്ക് നമുക്ക് റോൾ അസൈൻ ചെയ്യാൻ പറ്റും, അപ്രൂവർ എന്നുള്ള. ഇത് കൂടാതെ തന്നെ ഒരു പുതിയ റോള് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ന്യൂ റോള് ക്ലിക്ക് ചെയ്തിട്ട് അവിടെ റോൾ നെയിം എന്താണെന്നുള്ളത് കൊടുക്കാം. അതേപോലെ തന്നെ ഇതിൻ്റെ പെർമിഷൻസ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അവർക്ക് ക്രിയേറ്റ് ചെയ്യാനുള്ള, അതായത് ട്രിപ്പ് ക്രിയേറ്റ് ചെയ്യാനും സബ്മിറ്റ് ചെയ്യാനുള്ള പെർമിഷൻ കൊടുക്കണം. ട്രാവൽ ഡോക്യുമെന്റ്സ് അവർക്ക് അപ്ലോഡ് ചെയ്യാനുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും ചേഞ്ച് ചെയ്യാനുള്ള പെർമിഷൻ കൊടുക്കണം. അതുപോലെ എക്സ്പെൻസ് സബ്മിറ്റ് ചെയ്യാനുള്ള പെർമിഷൻ കൊടുക്കണം. അങ്ങനത്തെ പെർമിഷൻസ് നമുക്ക് സെറ്റ് ചെയ്തുകൊണ്ട് റോള് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ ഒക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സേവ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ റോള് ക്രിയേറ്റ് ആവും. അതുപോലെ തന്നെ ഈ റോൾസിനെ നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ട്, ഇപ്പം ഇതിൽ അഡ്മിനിൽ എല്ലാ മോഡ്യൂളിനും അക്സസ് ഉണ്ടെങ്കിൽ അപ്രൂവർ എന്ന് പറയുന്നത് അവർക്ക് അപ്രൂവ് ചെയ്യാനുള്ള പെർമിഷൻ ആണുള്ളത്. അപ്പം ഇതേ ഒരു ഡെസിഗ്നേഷൻ ഉള്ള എംപ്ലോയിക്ക് നമുക്ക് ഇതിൻ്റെ തന്നെ എന്താ പറയുക വേറൊരു വേർഷൻ അല്ലെങ്കിൽ സെയിം ആയിട്ടുള്ള ഒരു റോള് നമുക്ക് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ 3 ഡോട്ട്സിൽ പോയിട്ട് ക്ലോൺ എന്നുള്ള ക്ലിക്ക് ചെയ്തിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരെ പെർമിഷൻ സെറ്റ് ചെയ്തിട്ടുള്ള പെർമിഷൻസ് ഇവിടെ എനേബിൾ ആയിട്ടുണ്ടാവും. നമുക്ക് അതിനെ ബേസ് ചെയ്തിട്ട് പുതിയ റോള് ക്രിയേറ്റ് ചെയ്യാനും പറ്റും. അപ്പം ഇങ്ങനെ റോളും പെർമിഷനും ക്രിയേറ്റ് ചെയ്താൽ അതുപോലെ തന്നെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഡിപ്പാർട്ട്മെന്റ്സ്. ഇപ്പം ഒരു കമ്പനിയിൽ ഡിഫറെൻറ്റ് ടീംസും ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സും ഒക്കെ ഉണ്ടാവും. അപ്പം നമുക്ക് ഇവിടെ ഡിപ്പാർട്ട്മെൻറ്റ് മാനേജ് ചെയ്യാൻ പറ്റും. ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ഈ ഡിപ്പാർട്ട്മെൻറ്റിന് അഗെയിൻസ്റ്റ് യൂസറിന് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു യൂസറിൻ്റെ ഇപ്പോൾ നമുക്ക് അനലിറ്റിക് റിപ്പോർട്ട്സിലൊക്കെ പോയി കഴിഞ്ഞാൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൽ അഗെയിൻസ്റ്റ് എത്ര എക്സ്പെൻസസ് വന്നു എന്നൊക്കെ ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഓരോ യൂസേഴ്സിന് നമ്മൾ ചെയ്യുമ്പം അവർ ആഡ് ചെയ്യുന്ന എക്സ്പെൻസ് ഒക്കെ ഈ ഒരു ഡിപ്പാർട്ട്മെന്റിനെ അസോസിയേറ്റ് ചെയ്തിട്ടാണ് ഡീഫോൾട്ട് ആയിട്ട് ആഡ് ആവുക. പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാറ്റർ, അതായത് പോളിസീസ്. നമ്മൾ കമ്പനിയിൽ മുന്നേ പറഞ്ഞ പോലെ എംപ്ലോയീസ് കമ്പനീൻ്റെ എക്സ്പെൻസ് മാനേജ് ചെയ്യുന്നത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് അതൊരു അവർ സ്പെൻഡ് ചെയ്യുന്നതിൽ ഒരു ലിമിറ്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് പോളിസി സെറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. അതായത് നമ്മൾ റൂള് സെറ്റ് ചെയ്യാം. ഇപ്പം ഒരു പെർട്ടിക്കുലർ എക്സ്പെൻസ്, ഇപ്പം വാട്ടർ എക്സ്പെൻസ് കമ്പനിക്ക് മെയിനായിട്ട് വരുന്ന ഒരു എക്സ്പെൻസ് ആണെന്നുണ്ടെങ്കിൽ അതിനൊരു പോളിസി സെറ്റ് ചെയ്തിട്ട് നമുക്കിത് പോളിസി അഡ്മിൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതിൽ യൂസേഴ്സിലെ ലിസ്റ്റ് വരും. അപ്പോൾ അതിൽ ഏത് അഡ്മിൻ ആണ് എന്നുള്ളത് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ എക്സ്പെൻസിനെ അൺകാറ്റഗറൈസ് ചെയ്യാൻ നമ്മൾ സെറ്റ് ചെയ്യണം വേണ്ടേ, അല്ലെങ്കിൽ ഇത് ട്രിപ്പ് റിലേറ്റഡ് ആയിട്ട്, ട്രിപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഓരോ പ്രൊജക്റ്റ് പോലെ ക്രിയേറ്റ് ചെയ്തിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ വേണോ, ഇനിയിപ്പം
നമ്മൾ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ മുന്നേ നമ്മൾ ഇത്ര ഡേയ്സിൻ്റെ മുന്നേ ഇത് പ്രൊവൈഡ് ചെയ്യണം, അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് ഇത്ര സെറ്റ് ചെയ്യണം എന്നുള്ളതൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ട്രാവൽ റിലേറ്റഡ് ആണെങ്കിൽ നമുക്ക് ട്രാവൽ പോളിസി ഉണ്ട് കമ്പനീൻ്റെ, അത് ഇതിൽ അപ്ലോഡ് ചെയ്ത് വെക്കാൻ പറ്റും. പിന്നെ ഫോറിൻ കറൻസി എക്സ്പെൻസസ് ആണെന്നുണ്ടെങ്കിൽ സർചാർജ് ഉണ്ടെങ്കിൽ സർചാർജ് സെറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം ഒരു 15% ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ 15% കൊടുത്തിട്ട് ഏത് ലെഡ്ജറിലേക്കാണ് ഇത് മാപ്പ് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ മീൽസ് ആൻഡ് എൻ്റർടൈൻമെൻറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് പേജിലേക്ക് പോകും. അതായത് കാറ്റഗറി ലിമിറ്റ്സ്, ഓരോ കാറ്റഗറിക്കും ഇത് എത്ര ലിമിറ്റ് വെക്കാന്നുള്ള ഓപ്ഷനാണ് നമുക്ക് സ്പെൻഡ് ചെയ്യുന്നതിൽ. അപ്പോൾ ഇവിടെ എക്സ്പെൻസ് എമൗണ്ട്, ടോട്ടൽ എക്സ്പെൻസ് എമൗണ്ട് എത്ര വരുന്നത് എന്നുള്ളത് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ റെസീറ്റ്, ലിമിറ്റിന് റിക്വയർഡ് ആയിട്ടുള്ള റെസീറ്റ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ ഓരോ എക്സ്പെൻസിനും നമ്മൾ കൊടുക്കുന്ന അല്ലെങ്കിൽ സ്റ്റാഫിന് കൊടുക്കാൻ പറ്റുന്ന ഡിസ്ക്രിപ്ഷൻ അത് മാൻഡേറ്ററി ആക്കണോ വേണ്ട എന്നുള്ളതാണ് ചോദിക്കുന്നത്. അങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഓരോ കാറ്റഗറിക്ക് എഗെയിൻസ്റ്റും നമുക്ക് ലിമിറ്റ് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ലിമിറ്റിൽ ഇപ്പോൾ നമ്മൾ ചെയ്ത പോലെ തന്നെ ഇത് ജനറലായിട്ട് മൊത്തത്തിൽ ചെയ്തു, ഇത് ഓരോ കാറ്റഗറിക്ക് എഗെയിൻസ്റ്റ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് മൈലേജ്. ഇപ്പം മൈലേജ് നമ്മൾ ട്രാവൽ എക്സ്പെൻസ് ആണ് റെക്കോർഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ മൈലേജിൻ്റെ ഡിഫോൾട്ട് യൂണിറ്റ് കിലോമീറ്റർ ആണോ മൈലിലാണോ റെക്കോർഡ് ചെയ്യേണ്ടത്, അത് ഏത് കാറ്റഗറിയിലേക്കാണ് ഡിഫോൾട്ടായിട്ട് ആഡ് ആവേണ്ടത്. കാരണം സോഹോ എക്സ്പെൻസ് എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു എക്സ്പെൻസ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പം ഫോട്ടോ ആണ് അപ്ലോഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഡിഫോൾട്ടായിട്ട് എൻട്രീസ് അവിടെ ക്രിയേറ്റ് ആവും. അപ്പോൾ അത് ഡിഫോൾട്ടായിട്ട് ഏത് കാറ്റഗറീൻ്റെ അണ്ടറിലാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. പിന്നെ കമ്പനി വെഹിക്കിൾ ഡീറ്റെയിൽസ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ എന്തെങ്കിലും മൈലേജ് റേറ്റ്സും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അത് സെറ്റ് ചെയ്യാം. അങ്ങനെ സെറ്റ് ചെയ്ത് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓരോ പോളിസി ക്രിയേറ്റഡ് ആവും. എന്നിട്ട് യൂസറിനെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ന്യൂ യൂസർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ യൂസറെ ക്രിയേറ്റ് ചെയ്യാം. അവരെ യൂസർ നെയിം, പിന്നെ ഇമെയിൽ ID, മൊബൈൽ നമ്പറൊക്കെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യുക, സെറ്റ് ചെയ്യാൻ പറ്റും. എന്നിട്ട് ഏത് റോളാണ് എന്നുള്ളത് ചൂസ് ചെയ്യാം. ഇപ്പോൾ അപ്രൂവർ ആണെങ്കിൽ അപ്രൂവർ, അഡ്മിൻ ആണെങ്കിൽ അഡ്മിൻ, ഇത് ആർക്കാണ് സബ്മിറ്റ് ചെയ്യേണ്ടത്. പിന്നെ നമ്മൾ ചൂസ് ചെയ്യുന്ന റോളിനനുസരിച്ചിട്ട് ഇവിടെ പെർമിഷൻസും കാര്യങ്ങളും ആയിരിക്കും. ഇപ്പോൾ സബ്മിറ്റർ ആണെങ്കിൽ ആർക്കാണ് സബ്മിറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതാവും ഉണ്ടാവുക. അപ്രൂവർ ആണെങ്കിൽ സിംഗിൾ അപ്രൂവർ ആണോ മൾട്ടി അപ്രൂവർ ആണോ, അതെങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അണ്ടറിൽ ക്രിയേറ്റ് ചെയ്ത എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഇവിടെ ലിസ്റ്റ് ചെയ്യും. അപ്പം പുതിയ ഡിപ്പാർട്ട്മെൻറ്റ് വേണമെങ്കിൽ ഇവിടെ തന്നെ ക്രിയേറ്റ് ചെയ്യാനും പറ്റും. അപ്പോൾ ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ചൂസ് ചെയ്യുക. അതേപോലെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള പോളിസി, നമ്മൾ ഓരോ എക്സ്പെൻസിന് എഗെയിൻസ്റ്റ് സെറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ലിമിറ്റ്, ആ ഒരു പോളിസി നമുക്ക് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ യൂസറിനെ ക്രിയേറ്റ് ചെയ്യാം. പിന്നെ ഇവിടെ സ്കിപ്പ് ഇൻവിറ്റേഷൻ ഇമെയിൽ ഉണ്ട്. അതായത് ഇമെയിൽ ആയിട്ട് അവർക്ക് സെൻഡ് ചെയ്യണോ വേണ്ടേ എന്നുള്ളതാണ് ചോദിക്കുന്നത്. നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞ് അവരെ ഇമെയിൽ IDയിലേക്ക് ഒരു ഇൻവിറ്റേഷൻ പോവുക ചെയ്യുക, ഇങ്ങനെ യൂസറിന് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ആക്സെപ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട്. അപ്പം അങ്ങനെ ക്രിയേറ്റ് ചെയ്ത് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പുതിയ യൂസർ നമ്മൾ ക്രിയേറ്റ് ചെയ്ത റോളും ഡിപ്പാർട്ട്മെൻറ്റ് പോളിസിയൊക്കെ മാപ്പ് ചെയ്തിട്ട് യൂസറിനെ ക്രിയേറ്റ് ആവും. അപ്പം ഇത്രയാണ് എങ്ങനെയാണ് യൂസറിനെ സെറ്റ് ചെയ്യുന്നത്, അതേപോലെ റോളും ഡിപ്പാർട്ട്മെൻറ്റൊക്കെ സോഹോ എക്സ്പെൻസിൽ സെറ്റ് ചെയ്യുന്നത് എന്നുള്ളത്. ഇന്നത്തെ വീഡിയോയിൽ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.